ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പ്ലം കേക്ക്. ഇതിന് നമ്മൾ ഫ്രൂട്ട് കേക്ക് എന്നും ക്രിസ്മസ് കേക്ക് എന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ട്രഡീഷണൽ റിച്ച് ഫ്രൂട്ട് പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. ഇത് 1.5 കപ്പ് മൈദ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചതാണ്. ഇത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, നോർമൽ ഷുഗർ, ഇത് ബ്രൗൺ ഷുഗർ, 1/4 കപ്പ് ഓയിൽ, 3 മുട്ട, 100 ഗ്രാം ബട്ടർ, പിന്നെ വാനില എസൻസും ഓറഞ്ച് എസൻസും, ലെമൺ. ഇത് ലെമൺ ജ്യൂസായിട്ട് നമുക്ക് എടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഒരു 4 മാസം മുൻപ് ഞാൻ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഡേറ്റ്സ്, ഗ്ലേസ്ഡ് ചെറീസ്, കിവി, പ്രൂൺസ്, പിന്നെ ഓറഞ്ച് സിസ്റ്റ്, ജിഞ്ചർ പീല്, ഇത്രയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. കൂടാതെ ഓറഞ്ച് മെർമലേഡും ബ്ലാക്ക് കറന്റ് ജാമും മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാല എന്ന് പറയുമ്പോഴത്തേനും പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നട്ട്മഗ്, അതായത് ഈ ജാതിക്കുരു, ഇത് 4ഉം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് അതും കൂടെ മിക്സ് ചെയ്ത് 1/4 കപ്പ് ഹണി, റമ്മെന്ന് പറഞ്ഞാൽ 1.5 മുതൽ 2 കപ്പ് വരെ മിക്സ് ചെയ്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് അടച്ചു വെച്ചിരുന്നതാണ്. ഒരു 4 മാസത്തോളം മുമ്പ് ചെയ്ത് വെച്ചതാണിത്. ബ്ലൂബെറി, റേസിൻസ്, മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്യൂ നട്ട്സ്, പിന്നെ ബദാം ചെറുതായിട്ട് നുറുക്കി വെച്ചത്, ഇതെല്ലാം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് റമ്മ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് കേക്ക് ബേക്കായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് റമ്മ്. ആദ്യം നമുക്ക് കാരമൽ സിറപ്പ് റെഡിയാക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഷുഗറെല്ലാം നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം 1/2 കപ്പോളം ആയി കഴിയുമ്പോഴത്തേനും അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് കേക്ക് മിക്സിങ് തുടങ്ങാം. ആദ്യം 100 ഗ്രാം ബട്ടർ നമ്മുടെ മിക്സ് ചെയ്യാനുള്ള ബൗളിലോട്ട് മാറ്റണം. ഈ ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് ബ്രൗൺ ഷുഗർ ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ കുറേശ്ശെ വീതം ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ചേർക്കാം. അങ്ങനെ 3 മുട്ടയും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് ഇനി അടുത്തത് വാനില എസൻസ് ആണ്. ഇത് 1 ടീസ്പൂൺ. അടുത്തത് ഓറഞ്ച് എസൻസ്, ഇതും 1 ടീസ്പൂൺ മതിയാവും. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച സിറപ്പാണ്. നല്ലപോലെ തണുത്തിട്ട് മാത്രമേ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാവുള്ളൂ. അടുത്തത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. നേരത്തെ എടുത്ത് വെച്ച ബേക്കിംഗ് പൗഡറിൽ നിന്ന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്യാനുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഏകദേശം 1 കപ്പോളം ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സും ബദാമും ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ ലൂസാവാനൊന്നും പാടില്ല. ഈ ഒരു രീതിയിൽ നിന്നാൽ മതിയാവും. ഇനി അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് നാരങ്ങാനീരാണ്. ഒരു ടീസ്പൂൺ നാരങ്ങാനീര് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ മിക്സിങ് കഴിഞ്ഞു. നമ്മുടെ OTG നേരത്തെ തന്നെ 180 ഡിഗ്രിയിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിനകത്തോട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ പാന്. 8 ഇഞ്ചിൻ്റെ പാനാണിത്. ഇതിൽ ഒരു ശകലം ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ
അതിൻ്റെ അളവിന് പാർച്ച്മെൻറ്റ് പേപ്പർ വെട്ടിയെടുത്തതാണ്. അതിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ മിക്സ് ഇതിനകത്തോട്ട് മാറ്റാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഗാർണിഷ് ചെയ്യാം. കുറച്ച് റേസിൻസ്, ബ്ലാക്ക്ബെറി, കുറച്ച് നട്ട്സ്, ബദാം, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിലോട്ട് മാറ്റാം. 160 ഡിഗ്രിയിൽ ഒരു 50 to 55 മിനിറ്റ്സ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ റം ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.